പത്മപ്രിയ ഭാഗം 10. വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന കാർത്തിയെ അവൾ ഒരു പതർച്ചയോടെ നോക്കി. പെട്ടെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേൾക്കുന്നത്. നോക്കിയപ്പോൾ അവരും പിന്നാലെ കയറി വരുന്നുണ്ട്. ആ കാർത്തി, മോൻ എപ്പോൾ വന്നു? പ്രഭ അവനെ കണ്ടു ചോദിച്ചു. 10 മിനിറ്റായി പ്രഭേച്ചി പറഞ്ഞുകൊണ്ട് അവൻ സോപാനത്തിലിരുന്നു. അപ്പോഴേക്കും ശ്രീഹരിയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. പ്രഭയ്ക്കും ദേവനും അവനും മനസ്സിലായില്ല. ഇതാരാ മോളെ? പ്രഭ നെറ്റി ചുളിച്ചു. മേഘച്ചേച്ചിയുടെ ബ്രദർ. അവളത് പറയുമ്പോൾ ദേവന്റെ മുഖം പ്രകാശിച്ചു. ആ മോനെ, കേറി വാ, അകത്തിരിക്കാം. അയാൾ പെട്ടെന്ന് അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് വീണ്ടും സ്വീകരണ മുറിയിലേക്ക് പോയി. കാർത്തിയെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. അത് മനഃപൂർവ്വമാണെന്ന് കാർത്തിക്ക് വ്യക്തമായി. കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുകയാണ് ദേവു. അകത്തെ മുറിയിൽ നിന്നും ദേവന്റെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം. പ്രഭേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. മോൻ വന്നിട്ട് നേരം എത്രയായിന്നോ? ഈ കുട്ടികൾ രണ്ടാളുവേ സംസാരിച്ചിരുന്നതുകൊണ്ട് ദേവൂട്ടിയും കുടിക്കാനായി ഒന്നും കൊടുത്തില്ല. അയാൾ കാർത്തി കേൾക്കാനായാണ് അത്രയും ഉച്ചത്തിൽ പറഞ്ഞത്. കാർത്തി ദേവുവിനെ ഒന്ന് നോക്കി. ദേവു, അവൻ മെല്ലെ വിളിച്ചു. നീ നിന്റെ തന്തയെപ്പോലായിരുന്നല്ലേടി. ഞാൻ കരുതിയത് തെറ്റിപ്പോയി. നിന്നെയാണല്ലോടി ഞാൻ പ്രാണൻ്റെ പാതിയായി സ്നേഹിച്ചത്. എനിക്കെന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. കാർത്തിയേട്ടാ, ഒന്ന് പതുക്കെ പറയൂ പ്ലീസ്. അകത്തിരിക്കുന്ന പുത്തമ്പണക്കാരൻ കേൾക്കില്ലടി, അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ നിന്റെ നമ്പരും കൂടെ കൊടുത്ത സ്ഥിതിക്കേ ഇനി ആ ടെൻഷൻ വേണ്ട. അവ നിന്നെ കെട്ടിപ്പൊറുപ്പിക്കും. കാർത്തിയേട്ടാ, വിളിക്കരുതെന്നെ. അത്രയ്ക്ക് വെറുപ്പാണ് നിന്നോടെനിക്ക്. നിന്റെ തന്തയെ കണ്ട് അയാളോട് 4 വർത്താനവും പറഞ്ഞ് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോരാനായിരുന്നു ഞാൻ വന്നത്. നിന്റെ നാവിൽ നിന്ന് തന്നെയാണല്ലോടി ഈ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത്. അത് പറയുമ്പോൾ കാർത്തിയുടെ ശബ്ദം ഇടറി. ഒരു മറുപടി പോലും പറയാതെ വെറുതെ നിൽക്കുകയാണ് ദേവു. മോളെ ദേവു, അകത്തു നിന്നും അച്ഛൻ ഉറക്കെ വിളിച്ചു. കയറി ചെല്ല്. നിന്റെ ഭാവി വരനോടെ എന്തെങ്കിലുമൊക്കെ പോയി സംസാരിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ മുറ്റത്തേക്കിറങ്ങി. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക കൂടി ചെയ്യാതെ അവൻ നടന്നുപോയി. കാറാണെങ്കിൽ വഴിയിലാണ് പാർക്ക് ചെയ്തിരുന്നത്. കാരണം തടി കയറ്റുകയായിരുന്നു കുറച്ച് ആളുകൾ ചേർന്ന്. അതുകൊണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ദേവുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴാണ് പരിചയമില്ലാത്ത ഒരു വാഹനം. വില കൂടിയ ചെരുപ്പും വെളിയിൽ കിടക്കുന്നു. അവൻ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ അകത്തെ സ്വീകരണ മുറിയിൽ നിന്നും ദേവുവിൻ്റെ സംസാരം കേട്ടത്. പിടിച്ചു കെട്ടിയ പോലെ ഒരു നിമിഷം അവിടെ നിന്നു. അപ്പോഴാണ് ദേവുട്ടി മറ്റൊരുവന് വാക്ക് കൊടുക്കുന്നത് കാർത്തിയുടെ കാതുകളിൽ തുളച്ചു കയറിയത്. മിത്ര നമ്പൂതിരിയാണെങ്കിൽ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ച് വെളിയിലേക്ക് വന്നു. ചുറ്റമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഒരു അരയാൽമരമുണ്ട്. അതിൻ്റെ തറയിൽ മലർന്നു കിടക്കുകയാണ് കാർത്തി. അവൻ്റെ ചെന്നിയിൽ കൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. കാർത്തി! മിത്രം വന്ന് കാർത്തിയുടെ തോളിൽ തട്ടി. പെട്ടെന്ന് കാർത്തി ചാടി എഴുന്നേറ്റു. എടാ, എന്താ പറ്റിയേ? നീ അവിടെ ചെന്നോ? ദേവമ്മാമ എന്തു പറഞ്ഞു? എടാ, നീ അതൊന്നും ഓർത്ത് വിഷമിപ്പിക്കണ്ട. സബ് രജിസ്റ്റർ ഓഫീസിലെ ജോസഫ് ചേട്ടനെ നീ പോയി കണ്ടില്ലേ? ഏറ്റവും അടുത്ത ദിവസം തന്നെ അവളെ വിളിച്ചുകൊണ്ട് പോയി കല്യാണം കഴിക്കുക. ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മിത്ര. എന്തേ? മിത്രൻ അവനെ നോക്കി. കാർത്തിയാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു. അത് കേട്ടതും മിത്രൻ ധരിച്ചിരുന്നു പോയി. എടാ, നേരാണോ ദേവു? അവൾ അങ്ങനെയൊക്കെ? നേരാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ അവളെക്കുറിച്ച് ഓർത്തിട്ടില്ല. ഇത്രയും സ്നേഹമേ അവൾക്കെന്നോടുള്ളായിരുന്നോടാ? ഞാൻ അവളെ എങ്ങനെ സ്നേഹിച്ചതാണ്. അതു പറയുകയും കാർത്തിയുടെ ശബ്ദം ഇടറി. പെട്ടെന്ന് തന്നെ മിത്രൻ തൻ്റെ ഫോൺ എടുത്തു. എന്നിട്ട് ദേവുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 1-2 ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം കാതിലേക്ക് വന്നു. ഹലോ തിരുമേനി. ആ ദേവു. താൻ തിരക്കാണോ? അല്ല, പറഞ്ഞോളൂ. നിന്റെ അച്ഛൻ കളിച്ച നാടകങ്ങളൊക്കെ കാർത്തി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്കൊരേയൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി.
നിനക്ക് കാർത്തിയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഒറ്റ ശ്വാസത്തിൽ മിത്രൻ അവളോട് ചോദിച്ചു നിർത്തി. അത് പിന്നെ തിരുമേനി, അവൾ വാക്കുകൾക്കായി പരതി. സേ ഏസ് ഓർ നോ. മിത്രൻ അല്പ ഉച്ചത്തിലാണ് അത് ചോദിച്ചത്. അച്ഛൻ പറയുന്നത് മാത്രം ഞാൻ അനുസരിക്കുള്ളൂ. ഇവിടെ ഉള്ളവരെയൊക്കെ ധിക്കരിച്ചോണ്ട് എനിക്ക് കാർത്തിയേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല. പതറാതെയാണ് അവൾ മിത്രനോടത് പറഞ്ഞത്. കൂടുതലൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മിത്രന് തോന്നി. ആ ഫോൺ സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചു. കാർത്തിയാണെങ്കിൽ അവൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അരയാൽമര ചുവട്ടിൽ ഇരിക്കുകയാണ്. എടാ കാർത്തി, ഇവൾ ഇത്രയ്ക്ക് തരം താഴ്ന്നോളായി പോയല്ലോടാ. അവക്കവിടെ അച്ഛൻ്റെ വാക്കുകൾ മാത്രം അനുസരിക്കാൻ പറ്റുള്ളൂ എന്ന് ഉച്ചഭാവത്തിലാണ് മിത്രൻ അത് പറഞ്ഞത്. പോട്ടടാ, അവൾക്ക് വേണ്ടെങ്കിൽ പോട്ടെ. തമ്പി മുതലാളിയുടെ മരുമോളായി കഴിയാൻ യോഗമുള്ള കുട്ടിയല്ലേ, അവൾ പോട്ടെ, പോയി സ്വസ്ഥമായി കഴിയട്ടെ. കാർത്തി മിത്രനെ നോക്കി മന്ദഹസിച്ചു. എന്നിട്ട് പതിയെ പോകാനായി എഴുന്നേറ്റു. നീ പോകുവാണോടാ? പോയേക്കാം. അച്ഛനാണെങ്കിൽ ഇപ്പോൾ 3-4 തവണ വിളിച്ചു. അവരൊക്കെ അറിഞ്ഞോ ഇക്കാര്യം? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എടാ, എന്നാ നീയും വിട്ടോ, വെളുപ്പിന് ഉണരുന്നതല്ലേ. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഉമ്മറത്തിരിപ്പുണ്ട്. നീ ഇതെവിടെ പോയതായിരുന്നു കാർത്തി? എത്ര നേരമായി വിളിക്കുന്നു, ഫോണും എടുക്കില്ല. പിന്നെ നീ ഈ കുന്ത്രാണ്ടം എന്തിനാ ഇങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്? മനുഷ്യനെ വെറുതെ ആദി പിടിപ്പിക്കാനായി. സീത മകനെ ശകാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഫോൺ സൈലൻ്റ് ആയിരുന്നമ്മേ. ഞാൻ വെറുതെ മിത്രനുമായി സംസാരിക്കുമായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അവൻ അകത്തേക്ക് കയറി. അച്ചമ്മ കിടന്നോ? ഇല്ല. അകത്തുണ്ട്. രേവതി ചിറ്റ ഫോൺ വിളിക്കുന്നു. അമ്മയെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി. നീ അത്താഴം കഴിക്കാനായി വാ മോനെ. എനിക്കൊന്നും വേണ്ടമ്മേ, തീരെ വിശപ്പില്ല. അവൻ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ട് രാമേട്ട. അവൻ്റെ മുഖം കാണുമ്പോഴറിയാം. സീത മിഴികൾ തുടച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കി. നമ്മളായിട്ട് വേണ്ടെന്ന് വെച്ചതല്ലല്ലോ സീതേ. ഇത് അവർക്കിങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലിരിപ്പെന്ന് അറിയാനും വൈകി. അല്ലേലും അക്കരപ്പച്ച തേടിപ്പോകുന്ന സ്വഭാവമായിരുന്നു പണ്ടേ ദേവൻ്റേത്. പക്ഷെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ദേവു ചേച്ചിയും ഈ തരം താഴ്ന്ന രീതിയാണല്ലോ തിരഞ്ഞെടുത്തത്. അതാ വിഷമം. ഏട്ടനാണെങ്കിൽ എത്രമാത്രം സ്നേഹിച്ചതാണ്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അച്ഛനും മകളും കൂടി ഓരോരോ. മീനൂട്ടിക്ക് ദേഷ്യം വന്നു. നമുക്ക് എന്ത് ചെയ്യാനാവും? പിടിച്ചു വലിച്ചു കൊണ്ടുവരാനോ വില കൊടുത്ത് മേടിക്കാനോ പറ്റുന്ന വസ്തുവൊന്നും അല്ലല്ലോ. ഒക്കെ ശരിയാണച്ചാ, പക്ഷേ എൻ്റെ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട് അവൾ ഒരിക്കലും സന്തോഷത്തോടെ കഴിയില്ല, ഉറപ്പ്. മീനൂട്ടിക്ക് പിന്നെയും ദേഷ്യമായി. അവന് വിധിച്ചത് ഇവളല്ല, അത്ര തന്നെ. ഇങ്ങനെ ദുഷിച്ച മനസ്സുള്ളവളൊന്നും ഈ വീടിൻ്റെ പടി കടന്ന് കയറി വരികയേ വേണ്ട. ഭഗവാനായിട്ടാണ് ഈ ബന്ധം മാറ്റിവിട്ടത്, അത് ഓർത്താൽ മതി. അച്ചമ്മ ഇറങ്ങി വന്ന അവരുടെ അടുത്തേക്ക്. എന്നാലും അവൻ്റെ വിഷമം കാണുമ്പോൾ എൻ്റെ സീതേ, ഇവരൊക്കെ കുട്ടികളാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. മീനൂട്ടി, നീ ചെന്ന് അവനെ വിളിക്ക്. അത്താഴം കഴിക്കണ്ടേ? അവർ മീനൂട്ടിയോട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും മുറിയിലേക്ക് പോയി. ഏട്ടാ, ഏട്ടോയ്. മീനൂട്ടി അവൻ്റെ അടുത്തേക്ക് അല്പം കഴിഞ്ഞപ്പോൾ കയറി ചെന്നു. ഏട്ടൻ കഴിക്കാൻ വരുന്നില്ലേ? വല്ലാത്ത തലവേദന. അതല്ലല്ലോ ഏട്ടാ ഞാൻ ചോദിച്ചേ. അത്താഴം കഴിക്കാൻ വരുന്നില്ലേ എന്നാണ്. ഇന്നിനി ഒന്നും വേണ്ട, മോള് പോയി കഴിച്ചിട്ട് വാ, അവൻ മീനൂട്ടിയെ നോക്കി പറഞ്ഞു. എന്തേ, വയറ് നിറയാനായി എന്തെങ്കിലും സ്പെഷ്യൽ കഴിച്ചോ ഏട്ടൻ? എന്ത് കഴിക്കാൻ, വിശപ്പില്ല, അത്ര തന്നെ. ദേവിക മാഡം തേച്ചിട്ട് പോയതുകൊണ്ടാണോ മാഷേ? പെട്ടെന്നുള്ള അനുജത്തിയുടെ ചോദ്യത്തിനു മുന്നിൽ അവൻ അല്പം നിശബ്ദനായി.
ഏട്ടാ, അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അവൾ ഏട്ടൻ്റെ കട്ടിലിൻ്റെ ഒരോരത്തായി ഇരുന്നു. അവനും പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരിക്കിടന്നു. ഏട്ടൻ ദേവു ചേച്ചിയെ കണ്ടോ ഇന്ന്? കണ്ടു. എന്നിട്ട് ചേച്ചി എന്തു പറഞ്ഞു? ദേവൻ മാമയുടെ ഡ്രാമയൊക്കെ മകൾ അറിഞ്ഞോ? അതോ ദേവു ചേച്ചിയും കൂടി ഒത്തിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്? എനിക്കറിയില്ല മോളെ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദേവു ഞാനുമായുള്ള ഈ വിവാഹത്തിന് തീരെ താല്പര്യപ്പെടുന്നില്ല. അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ അനിയത്തിയോട് പറഞ്ഞു. ഈശ്വര, ഇതൊക്കെ സത്യമാണോ? ദേവു ചേച്ചി അയാൾക്ക് ഫോൺ നമ്പരൊക്കെ കൈമാറിയോ? ഏട്ടാ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. ചേച്ചിയെപ്പറ്റി ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ഓർത്തിരുന്നില്ല. എത്രമാത്രം ഏട്ടൻ സ്നേഹിച്ചതാണ്. എന്നിട്ടും. മീനൂട്ടി താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ, അവൾ സന്തോഷമായി കഴിയട്ടെ മീനു. അവൻ എഴുന്നേറ്റ് പോയി ജനാലയുടെ പാതി ചാരിയ വാതിൽ മെല്ലെ തുറന്നു. അപ്പോഴേക്കും ചെറിയ കാറ്റ് വാതിൽ പാളിയിലൂടെ മുറിയിലേക്ക് അരിച്ചു വന്നു. മഴയ്ക്കാണോ ഏട്ടാ തണുത്ത കാറ്റ്? പെയ്യുമെന്ന് തോന്നുന്നു. മോളെ, നീ പോയി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഏട്ടനെ കൂട്ടി വരാൻ അമ്മ എന്നെ അയച്ചത്. വരൂ ഏട്ടാ. ആരും ഭക്ഷണം കഴിച്ചില്ല. അവൾ ഒരുപാട് നിർബന്ധിച്ച് ഏട്ടനെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോനെ, നാളെ കാലത്തെ എല്ലാവരും എത്തും ആ കുട്ടിയുടെ വീട്ടിൽ പോകാൻ. ഉച്ചയ്ക്ക് മുന്നേ പോയിട്ട് വരാനാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു. അച്ഛാ, എനിക്കിപ്പോൾ വിവാഹം ഒന്നും വേണ്ട. എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. അവൻ അച്ഛനെയും അമ്മയെയും നോക്കി പറഞ്ഞു. പിന്നെ ഏട്ടനൊന്നും മിണ്ടാതിരിക്കുക. ഈ ലോകത്തിൽ എല്ലാ പെണ്ണുങ്ങളും ദേവികയെ പോലെ അല്ല. എൻ്റെ ഏട്ടനെ ദേവു ചേച്ചിക്ക് വിധിച്ചിട്ടില്ല, അത്ര തന്നെ. വീറോടെ പറയുകയാണ് മീനൂട്ടി. മോനെ, നീ വിഷമിക്കണ്ട. പണ്ട് മുതലേ ദേവമാമയ്ക്ക് കാശിനോട് ആർത്തിയുള്ള കൂട്ടത്തിലാണല്ലോ. അതുതന്നെയാണ് ദേവൂട്ടിയും. നമ്മൾ തിരിച്ചറിഞ്ഞില്ല ആ വിത്ത് ഗുണം. പത്മയും ഭവ്യയും കൂടി പുസ്തകങ്ങളൊക്കെ ഒന്നുകൂടെ അടുക്കി പെറുക്കി വെക്കുകയാണ്. രണ്ടാളും കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് എല്ലാം വൃത്തിയാക്കിയിടും മക്കളെ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയാണ്. പിന്നെ എന്തിനാ ഈ മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ പറയുന്നേ? ഭവിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് വീണ്ടും അവളെല്ലാം അടുക്കി പെറുക്കിക്കൊണ്ടിരുന്നു. പത്മയും അവളോടൊപ്പം തന്നെ ഉണ്ട്. അമ്മയും അച്ഛനും മുത്തശ്ശിയും ഒക്കെ 2-3 ദിവസമായിട്ട് മുറ്റവും പരിസരവും അടിച്ചുവാരി കളകളെല്ലാം പറിച്ചു വൃത്തിയാക്കുകയാണ്. മഴ പെയ്തതുകൊണ്ട് ചെറിയ ചെറിയ കളകളെല്ലാം വളർന്നു നിൽപ്പുണ്ട്. അവയെല്ലാം ഒന്നൊന്നായി പറിച്ചു കളഞ്ഞ് എല്ലാം വെടിപ്പാക്കി. ആദ്യമായിട്ടാണ് അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും വൃത്തി പോരാ എന്ന് പറഞ്ഞ് മുത്തശ്ശി പിന്നാലെയുണ്ട്. ഗോപിനാഥനും ഭാര്യ ഗിരിജയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ മകളെ നാളെ വരുന്ന ആളുകൾക്കൊക്കെ ബോധിച്ചുകൊണ്ട് ഈ വിവാഹബന്ധം നടന്നു കാണണേ എന്നാണ്. അവർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാർത്തിയെ ഇഷ്ടമായി. പിന്നെ കരയോഗത്തിൽ തിരക്കിയപ്പോൾ നല്ലൊരു കുടുംബമാണെന്ന് അറിയാൻ കഴിഞ്ഞേ. ഒരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരനാണത്രേ കാർത്തി. അത് കേട്ടപ്പോൾ മുതൽ ഗോപിനാഥനും ഭാര്യയും തൻ്റെ മകൾക്ക് ഈ ഒരു ബന്ധം നടക്കണേ എന്ന പ്രാർത്ഥനയിലാണ്. തരക്കേടില്ലാത്ത ആസ്തിയുമുണ്ട് അവന്. എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മകൾക്ക് ഈ പയ്യൻ മാത്രം മതിയെന്നായിരുന്നു അവരുടെ തോന്നൽ. ചേച്ചി, എന്തോ? നാളെ ഈ സെറ്റും മുണ്ടും അല്ലേ ഉടുക്കുന്നത്? ഓറഞ്ച് കരയുള്ള ഒരു സെറ്റും മുണ്ടും എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഭവ്യ ചേച്ചിയെ നോക്കി. അതേ മോളെ, അതുടുക്കാം. ബ്ലൗസൊക്കെ ഇട്ട് നോക്കിയോ? ശാരദേച്ചി തയ്ച്ചത് നന്നായിട്ടാണ് മോളെ. നീളൻ മുടി 2ആയി പകുത്ത് പിന്നി മെടഞ്ഞിടുകയാണ് പത്മ. അപ്പോഴേക്കും ഗിരിജ മുറിയിലേക്ക് കയറി വന്നു. ഹരിക്കുട്ടൻ ഉറങ്ങിയോ അമ്മേ? പത്മ ചോദിച്ചു. അവൻ ഉറങ്ങി. അച്ഛൻ്റെ ഫോണും കണ്ടിരുന്നതിനെ അവനെ വഴക്കു പറഞ്ഞു. അതാ നേരത്തെ കടന്നത്. മുറിയിലൂടെയൊക്കെ ഒന്നുകൂടെ കണ്ണോടിച്ചുകൊണ്ട് അവർ മക്കളോടായി പറഞ്ഞു.
പുസ്തകങ്ങളൊക്കെ എടുത്തു മാറ്റാൻ എത്ര പറഞ്ഞാലും പത്മ കേൾക്കില്ല. 1-ാം ക്ലാസ് മുതലുള്ളത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മയുടെ പറച്ചിൽ കേട്ടതും ഭവ്യ ചിരിച്ചു. രണ്ടാളും പോയി ചോറെടുത്ത് കഴിക്ക്, എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്തെ എഴുതേക്കേണ്ടതല്ലേ മക്കളെ. രണ്ടുപേരും അമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. രസവും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പപ്പടവുമായിരുന്നു കറി. ഇരുവരും ചോറെടുത്തുകൊണ്ട് ഇരുന്നു. അച്ഛൻ കഴിച്ചോ അമ്മേ? ഭവ്യ ചോദിച്ചു. ഉവ്, അച്ഛനും മുത്തശ്ശിയും ഒക്കെ കഴിച്ചു. മീൻ വറുത്തത് മക്കളുടെ രണ്ടാളുടെയും പ്ലേറ്റിലേക്ക് എടുത്തിട്ടുകൊണ്ട് ഗിരിജ പറഞ്ഞു. അമ്മയാണെങ്കിൽ വഴക്കു പറഞ്ഞു, ഇന്ന് മീൻ മേടിച്ചതിന് ഇവിടെയൊക്കെ മണക്കുമെന്ന്. നാളെ ആളോളൊക്കെ വരണതല്ലേ. അവരടുക്കള കാണാനല്ല വരുന്നേ, ചേച്ചിയെ കാണാനാണ്. മുത്തശ്ശി ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും. ഭവ്യ ദേഷ്യപ്പെട്ടു. ഒന്ന് പതുക്കെ പറ ഭവ്യേ.